റംബൂട്ടാൻ വാങ്ങാൻ ആളില്ല. ഏതെങ്കിലും റംബൂട്ടാൻ പോയി കൃഷി ചെയ്തിട്ട് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക. വേറെ മരങ്ങളുടെ ബഡെടുത്ത് ഒട്ടിച്ചിട്ട് 1080 എന്ന് പറഞ്ഞിട്ട് ടൈ ഒക്കെ ഇട്ട് ചിലപ്പോൾ ചിലർ വിൽക്കും. കർഷകരെ കബളിപ്പിക്കപ്പെടുന്ന ഒരു വലിയ ഫീൽഡ് തന്നെയാണിത്. നമുക്കല്ലാതെ വേറെ ആർക്കും ഇതിന്റെ തൈകൾ വിൽക്കാൻ പോലും അവകാശമില്ല. ഇന്ത്യയുടെ 2% താഴെ ഇതുണ്ടാകത്തുള്ളൂ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഒരു 70-80% കേരളത്തിലാണ്. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്ത് ഇതുണ്ടാകാനുള്ള സാധ്യതയില്ല. തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്, അവിടെ ഉണ്ടാകത്തില്ല. ശരിക്കും പറയാം സൗത്ത് ഇന്ത്യ മുഴുവൻ പോലും കൊടുക്കാനുള്ള ഫ്രൂട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി പോലും നമുക്കില്ല. നമുക്ക് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള എക്സോട്ടിക് ഫ്രൂട്ട് എന്ന് പറയുന്നത് റംബൂട്ടാനാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റംബൂട്ടാൻ ഉൽപ്പാദിപ്പിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ഹോം ഗ്രൗണ്ട് ആണ്. എന്തുകൊണ്ടായിരിക്കും സാർ ഈ ഹോം ഗ്രൗണ്ട് ഇത്രത്തോളം ലക്ഷക്കണക്കിന് തൈകൾ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത്? ഇത്ര ഡിമാൻഡ് ഉണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി പറയാം. ഈ റംബൂട്ടാൻ എന്നുള്ളത് ഇന്ന് സുപരിചിതമാണെങ്കിലും ഇത് നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ എനിക്കൊന്ന് പത്തനംതിട്ട ജില്ലയിലൊക്കെ നമ്മുടെ നാടൻ മരങ്ങൾ 60-70 വർഷം പ്രായമായ മരങ്ങൾ, അപ്പോൾ അന്ന് തൊട്ടേ കേരളത്തിൽ ഇതുണ്ട്. പക്ഷേ ഈ റംബൂട്ടാൻ എന്ന പേര് പോലും പരിചിതമായിട്ട് അധികം നാളായില്ല. അന്നൊക്കെ നമ്മൾ മുള്ളൻപഴം എന്നൊക്കെയാണ് ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അന്ന് പഴയ കാലത്ത് അല്ലെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഈ റംബൂട്ടാൻ അല്ലെങ്കിൽ മുള്ളൻപഴം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ശ്രീലങ്ക, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോയ ആളുകൾ അവിടുന്ന് വിത്തുകളൊക്കെ സമാഹരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അത് കിളിർപ്പിച്ച് അങ്ങനെയുള്ള മരങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അന്ന് തന്നെ മുള്ളൻപഴം നമുക്കുണ്ട്. എന്നാൽ ഹോം ഗ്രൗണ്ട് അതിനകത്ത് ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ റംബൂട്ടാനിലെ ഏറ്റവും മികച്ച വെറൈറ്റികൾ നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനുവേണ്ടി ധാരാളം സന്ദർശനങ്ങൾ നടത്തി നമ്മുടെ വളരെ അധികം രാജ്യങ്ങൾ സന്ദർശിച്ച് നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായതും ഏറ്റവും ഗുണമേന്മയുള്ളതുമായ ഇനങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഹോം ഗ്രൗണ്ട് ചെയ്തൊരു കാര്യം. അതിൽ തന്നെ ഇപ്പോൾ ഞാൻ ഒരു ഇത് പറയാം, N18 എല്ലാവർക്കും അറിയാം. ഇപ്പോൾ റംബൂട്ടാൻ എന്ന് പറയാം, N18 എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യം, ഈ N18 കേരളത്തിൽ ആർക്കും പരിചിതമില്ലാത്തൊരു റംബൂട്ടാൻ ഇനമായിരുന്നു ഒരു കാലം വരെ. ഈ N18 കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും നമ്മൾ വിദേശത്തു നിന്ന് കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്നതും ഇത് പ്രചരിപ്പിച്ചതും ഹോം ഗ്രൗണ്ട് ആണ്. ഇന്ന് എല്ലായിടത്തും N18 അറിയാം, പക്ഷേ ഹോം ഗ്രൗണ്ട് ആണ് ഇത് കൊണ്ടുവന്നതെന്നുള്ളത്. മാത്രമല്ല നമുക്ക് ട്രേഡ് മാർക്കുള്ള ഒരു വെറൈറ്റി ഇത്. ഹോം ഗ്രൗണ്ടിന് ട്രേഡ് മാർക്കുള്ള ഒരു വെറൈറ്റിയാണ് N18 എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ N18 എന്ന പേരിൽ നമുക്കല്ലാതെ വേറെ ആർക്കും ഇതിൻ്റെ തൈകൾ വിൽക്കാൻ പോലും അവകാശമില്ല. അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതായത് N18 ഇന്ന് എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇതിൻ്റെ പിതൃത്വം എന്നുള്ളത് ഹോം ഗ്രൗണ്ടിന്. അപ്പോൾ ഇവിടെ സാറ് പറഞ്ഞല്ലോ നമുക്ക് ഒത്തിരി തൈകളുടെ അല്ലെ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യാൻ വലിയ കമ്പനിയാണെന്ന് പറഞ്ഞു. അതിന് കാരണം ഈ വെറൈറ്റികളുടെ പ്രത്യേകത, പ്രത്യേകിച്ച് N18 വെറൈറ്റി. റംബൂട്ടാനിൽ ഹോം ഗ്രൗണ്ട് തന്നെ ഇപ്പം 10-ലധികം വെറൈറ്റികൾ വിതരണം തൈകളുടെ ഉൽപ്പാദനവും വിതരണമുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ N18 ആണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ അതെ അതിലേക്കാണ് ഞാൻ വന്നത്. റംബൂട്ടാന് ഒത്തിരി വെറൈറ്റികളുണ്ടെങ്കിലും പല വെറൈറ്റികളുണ്ടെങ്കിലും കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ, വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരു വരുമാനത്തിനായിട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറയുന്നത് N18 ആണ്. റോൺഗ്രിയാനും മോശമല്ല. റോൺഗ്രിയാൻ എന്ന് പറഞ്ഞ വെറൈറ്റി ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ N18 ആണ് കൂടുതലും കേരളത്തിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളതും കൂടുതൽ ആളുകൾ ഇപ്പം പുതിയതായിട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ ആവശ്യപ്പെടുന്നതും N18 ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നല്ല സൈസുള്ള നല്ല കളറുള്ള ഫ്രൂട്ടാണ് ഇത്. നമുക്കിതിങ്ങൊന്ന് തുറന്നു നോക്കാം. ഈ ഫ്രൂട്ട് നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് പൊളിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത ഇതുണ്ടോ, ഇത് ഈ കൊല്ലം നമുക്ക് കാപിടുത്തം കൂടുതലായതുകൊണ്ട് ഇച്ചിരി സൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടെ സൈസ് സാധാരണഗതി ഉള്ളതാണ്. പക്ഷേ കാലാവസ്ഥയ്ക്ക് അനുകൂലമായതുകൊണ്ട് ഇപ്രാവശ്യം കായയുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അല്പം സൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇത് മറ്റ് റംബൂട്ടാൻ വെറൈറ്റികളെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത നമുക്കിത് ഈ കുരുവിൽ നിന്ന് വിട്ടുപോരും. അത് പൂർണ്ണമായിട്ട് നമുക്കിതുണ്ടോ, ഈ കുരു തന്നെയായിട്ട് നമുക്ക് വേർപെടുത്തിയെടുക്കാം. അതൊരു ഗുണമാണ്. പിന്നെ ഇതിൻ്റെ സീഡ് ചെറുതായിരിക്കും, വളരെ ചെറിയ സീഡുള്ളൂ. നമുക്ക് കഴിക്കാനുള്ള പോർഷനാണ് കൂടുതൽ. പിന്നെ ഇതിൻ്റെ ഒരു വാണിജ്യ കൃഷിയിലേക്ക് വരുമ്പോൾ മറ്റൊരു ചില പ്രത്യേകതകൾ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പഴുത്തു കഴിഞ്ഞ് ഒരു 2 ആഴ്ച വരെ നമുക്ക് മരത്തിൽ ഹോൾഡ് ചെയ്യാം, കേടായി പോവില്ല. പക്ഷേ ജ്യൂസ് കൂടിയ മറ്റ് പല വെറൈറ്റികളും വളരെ പെട്ടെന്ന് കേടാവും. അപ്പോൾ ഈ 2 ആഴ്ച വരെ മരത്തിൽ കിടക്കും എന്നുള്ളത് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് വലിയ
അല്ല വലിയൊരു സഹായമാണ്. കാരണം വളരെ പെട്ടെന്ന് ഒറ്റയടിക്ക് ഇത് മാർക്കറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല. നമുക്ക് പല സമയത്തായിട്ട് ഇതിൻ്റെ അകത്ത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഒരുമിച്ച്. അപ്പം മറ്റിനങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത ഞാൻ പറയാം. അങ്ങനെ വളരെ പ്രത്യേകതയുണ്ട്. നമുക്ക് സമയക്കുറവാണ് എല്ലാം പറയുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറയാം, ഇപ്പോൾ ഒരു E35 എന്ന് പറഞ്ഞൊരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. E35 യെല്ലോ. ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ള റംബൂട്ടാൻ ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ മധുരമുള്ള വെറൈറ്റി E35 ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഇതിൻ്റെ സൂക്ഷിപ്പ് കാലം വളരെ കുറവാണ്. നമുക്ക് N18 ഒരു 3-4 ദിവസം അല്ല മാക്സിമം 5 ദിവസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാമെങ്കിൽ ഇത് 1-2 ദിവസം അതിൻ്റെ സൂക്ഷിപ്പ് കാലം. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിങ്ങിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. വ്യാവസായികമായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ മധുരമോ ടേസ്റ്റ് മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ N18 പോലുള്ള വെറൈറ്റികൾ കമേഴ്ഷ്യലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ N18 വെറൈറ്റികൾ ഒതൻറ്റിക്കായിട്ട് അല്ലെങ്കിൽ അത് പിതൃത്വം അവകാശപ്പെട്ട് ചെയ്യുന്ന നമ്മളായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അടുത്ത ആളുകൾ ഈ തൈകൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്നതും. തൈകളിൽ ഒരു ക്വാളിറ്റി ഉണ്ട്. പല സ്ഥലങ്ങളിലും ഈ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഈ മരങ്ങൾ വർഷങ്ങളോളം നിന്നിട്ടും കായ്ക്കാത്ത മരങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമ്മളിപ്പം ഈ N18 എന്ന് പറഞ്ഞ് കൊടുക്കുന്നതും അല്ലെങ്കിൽ E35 എന്ന് കൊടുക്കുന്നതും അവിടെ ചെന്ന് വെച്ച് കിളിർത്ത് വരുമ്പോൾ അത് വേറെ വ്യത്യാസമായി പോകുന്നു. അങ്ങനെയൊക്കെ ഈ ഇളകി വരാത്ത ഐറ്റംസ് അതിൻ്റെ അകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ചും ഒരു പഴത്തൈ വാങ്ങിക്കുമ്പം ഏറ്റവും വിശ്വാസ്യതയുള്ള നേഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങിക്കുക. നമ്മൾ അൺഒഫീഷ്യലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഒത്തിരി കളിപ്പീരുകൾ നടക്കുന്ന ഒരു ഫീൽഡാണെന്ന് അല്ലേ സാലു സാർ തന്നെ പറഞ്ഞു. അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറയട്ടെ സാർ. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു തെങ്ങ് 2 വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറയുന്നു. ഇവൻ ഇത് വെച്ച് 2 വർഷം കഴിയുമ്പോഴേ അവനെ റിസൾട്ട് അറിയാൻ പറ്റും. കായ്ച്ചില്ല, അവൻ പിന്നെ 1 വർഷം കൂടെ വെയിറ്റ് ചെയ്യും. 3 വർഷം കഴിയുമ്പോൾ ഇവ ഉണ്ടാവോ ഇല്ലയോ അത് കർഷകരെ കബളിപ്പിക്കപ്പെടുന്ന ഒരു വലിയ ഫീൽഡ് തന്നെയാണ് ഇത്. ഞാനിപ്പോൾ ഈ റംബൂട്ടാനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇപ്പം പറഞ്ഞു N18 ആണെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് ചിലപ്പോൾ കായ്ച്ചില്ല, അല്ല കായ്ച്ചെങ്കിൽ തന്നെ N18 അല്ല മറ്റു വെറൈറ്റി ആയി പോകുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ, തൈകൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാതൃവൃക്ഷങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആ മാതൃവൃക്ഷങ്ങളിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ടായ് കിട്ടത് കൊണ്ട് N18 ആകുകയില്ല. ഇങ്ങനെയുള്ള മാതൃവൃക്ഷം നല്ലതാണെങ്കിൽ പോലും അതിന്റെ കുരു കളിപ്പിക്കുന്നതാണെങ്കിൽ ആവില്ല. അതുകൊണ്ട് ബഡ് ചെയ്ത തൈ തന്നെ പ്രോപ്പറായിട്ട് ബഡ് ചെയ്ത തൈ ആണെങ്കിൽ മാത്രമേ ആ കൃത്യമായ വെറൈറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. കുരു വിട്ടാൽ അത് കിട്ടത്തില്ല. അതുപോലെ തന്നെ വേറെ മരങ്ങളുടെ ബഡ് എടുത്ത് ഒട്ടിച്ചിട്ട് N18 എന്ന് പറഞ്ഞ് ടൈ ഒക്കെ ഇട്ട് ചിലപ്പോൾ ചിലർ വിൽക്കും. അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹോം ഗ്രൗണ്ടിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കാവുള്ളൂ എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. വിശ്വാസ്യത എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ 100% കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്കിതിൻ്റെ ഇപ്പം നമ്മൾ ഈ ഫീൽഡ് മുഴുവൻ കണ്ടു, ആയിരക്കണക്കിന് മരങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ബഡ്വുഡ് അന്വേഷിച്ച് നമുക്ക് പുറത്തെങ്ങും പോകേണ്ട കാര്യമില്ല. നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും, അത് മദർ പ്ലാന്റ്സ് മാത്രമല്ല, നമുക്ക് ഏകദേശം 100 ഏക്കർ സ്ഥലം ഇവിടെയുണ്ട്. ഈ തൈകൾ ഹാർഡനിങ് ചെയ്ത് വെയിലും മഴയൊക്കെ കൊള്ളിച്ച് പ്രകൃതിക്ക് അനുകൂലമായി വളർത്താനുള്ള സ്ഥല സൗകര്യം നമുക്കുണ്ട്. അതുപോലെ തന്നെ ബഡിങ് ചെയ്യുന്നൊക്കെയാണ് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. ഒരുപാട് കാലമായിട്ട് ഹോം ഗ്രൗണ്ട് അത്രയും വിശ്വാസ്യതയോടെ നിൽക്കുകയല്ലോ. ഒരുപാട് കാലമായിട്ട് പ്രത്യേകിച്ച് പരാതിയോ ഒന്നും ഇല്ലല്ലോ. അതെ, ക്വാളിറ്റി തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ നമ്മൾ കൂടക്കകത്താണല്ലോ ഈ തൈ, കൂടകൾക്കകത്താണല്ലോ ഈ തൈ, അതിനകത്തോട്ട് പോട്ടിംഗ് മിക്സ് ഉണ്ട്. ഈ തൈകൾക്ക് വേണ്ടിയുള്ള വളർച്ചാ മാധ്യമമുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതന്നെ നമുക്ക് തന്നെ അതിനു വേണ്ടിയുള്ള പ്രത്യേക യൂണിറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന ഒരു തൈ പോലും നഷ്ടപ്പെടാതെ ഏറ്റവും നല്ല ഫലം കിട്ടുമെന്ന് നമ്മൾ പറയുന്നതും. അത് വിശ്വാസയോഗ്യമായി തീർന്നതുകൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് തന്നെ തൈകൾ വാങ്ങിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് തൈകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായി. ഓക്കെ. അതുപോലെ ഈ ഇപ്പൊ റംബൂട്ടാൻ 2 എണ്ണം പറഞ്ഞു, വേറെ ഏതൊക്കെയാണ് നമ്മുടെ കയ്യിൽ? നമുക്ക് സ്കൂൾ ബോയ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, റോൺ ഗ്രിയാൻ എന്ന് പറഞ്ഞ വെറൈറ്റി ഞാൻ മുമ്പ് പറഞ്ഞു. അതും കൊമേഴ്ഷ്യലായിട്ട് ചില ആളുകൾ ഇപ്പം ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് മറ്റ് വെറൈറ്റികൾ, ലോക്കൽ വെറൈറ്റികളുണ്ട്. സീസർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട്, നല്ല സൈസ് ഉള്ളതാണ്. അതൊക്കെ നമ്മൾ ഡൊമസ്റ്റിക് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി പറയുന്നതാണ്. മഹാർലിക എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, മാൽവാന സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ശ്രീലങ്കൻ വെറൈറ്റി ഉണ്ട്. അങ്ങനെ 10ലധികം വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ സാറ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം നമ്മൾ ഈ റംബൂട്ടാൻ, ഇപ്പം എനിക്ക് കുറച്ച് റംബൂട്ടാൻ തൈകൾ ആവശ്യമുണ്ട്, ഞാനിത് വാങ്ങാൻ വരികയാണ്. അപ്പം എനിക്ക് എൻ്റെ വീടിൻ്റെ ആ ചുറ്റുപാടും അനുസരിച്ചിട്ട് ഈ റംബൂട്ടാൻ എല്ലാ സ്ഥലങ്ങളിലും ഇത് വളർത്താൻ പറ്റുമോ? നമുക്ക് വെറൈറ്റി അനുസരിച്ച് നമ്മുടെ പ്രദേശവുമായിട്ട് വലിയ വ്യത്യാസം വരാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കടലുമായിട്ട് ചേർന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പുഴയുമായിട്ട് ചേർന്ന അത് ഇനമനുസരിച്ചല്ല. അത് ഇപ്പോൾ റംബൂട്ടാൻ, അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ഇപ്പം ചോദിച്ചു. ഇപ്പോൾ റംബൂട്ടാൻ കേരളത്തിന് പറ്റിയൊരു കൃഷിയാണ്, വിളയാണെന്ന് നമ്മൾ പറയുമ്പോഴും കേരളത്തിലും എല്ലാ സ്ഥലത്തും ഇത് വരികയില്ല.
ഉപ്പുരസമുള്ള മണ്ണ്. ഇപ്പോൾ ചോദിച്ചതുപോലെ ആലപ്പുഴയുടെ പോലെയുള്ള തീരപ്രദേശങ്ങളിൽ ഉപ്പുരസമുള്ള മണ്ണിൽ നമുക്കിത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ മൂന്നാർ പോലെയുള്ള ഹൈ എലിവേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പം നമ്മളതിന് പ്രധാനമായിട്ടും പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 2500 അടിക്കൊക്കെ മുകളിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ ഇത് അത്ര റെക്കമെൻഡബിൾ അല്ല. അതുപോലെ പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച പ്രയോജനം കിട്ടത്തില്ല. അത് വെറൈറ്റി വൈസിലല്ല, റംബൂട്ടാൻ പൊതുവായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരികയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ചും നമ്മളൊരു വരുമാനത്തിന് വേണ്ടി, കൃഷിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം ഇതിന് അനുയോജ്യമാണോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ആദ്യം ഉറപ്പുണ്ടാകേണ്ടത്. നമുക്ക് റംബൂട്ടാൻ നല്ലതാ, അല്ലെങ്കിൽ റംബൂട്ടാൻ ചെയ്ത് എല്ലാവരും പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് നമ്മുടെ സ്ഥലത്തെപ്പറ്റി നമ്മൾ അറിയാതെ അത് ചെയ്യരുത്. ഞങ്ങൾ അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മളിപ്പം കൂടുതൽ ഇപ്പോൾ ഒരു 5 ഏക്കറൊക്കെ ചെയ്യാനുള്ള ഒരാളാണ്, നമ്മളൊരു ഫീൽഡ് വിസിറ്റ് ആവശ്യപ്പെട്ടാൽ നമ്മളത് പോയി ചെയ്തു കൊടുക്കും. അതുപോലെ മണ്ണ് പരിശോധിക്കാനുള്ള സംവിധാനം നമുക്ക് ഹോം ഗ്രൗണ്ടിലുണ്ട്. നമ്മൾ മണ്ണ് പരിശോധന നടത്തും, മറ്റ് നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പം നമ്മുടെ കൃഷിഭൂമിക്ക് അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ചെയ്തു കൊടുക്കും. അതുപോലെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും റംബൂട്ടാനുണ്ട്. അപ്പോൾ റംബൂട്ടാൻ്റെ വ്യാവസായികമായി കൃഷി ചെയ്താൽ ഇതിൻ്റെ സാധ്യത കുറയുമോ എന്ന് ഞാൻ ചോദിച്ചില്ലേ? അതെ. പക്ഷേ അതിൻ്റെ ഉത്തരം സാറ് തന്നെ പറയുകയാണ്. കാരണം കേരളത്തിൽ മാത്രമാണ് ഇതിന് ഇത്രത്തോളം. ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ആശങ്കയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇതുപോലെ കൃഷി വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ആര് വാങ്ങിക്കും, നമുക്കിത് വിൽക്കാൻ പറ്റുമോ, ഡിമാൻഡ് കുറയുമോ? ഇപ്പോൾ ഈ വർഷം തന്നെ ചില യൂട്യൂബ് ചാനലുകളിൽ കൂടെയൊക്കെ നെഗറ്റീവായിട്ടുള്ള ഒത്തിരി വാർത്തകളുണ്ട്, റംബൂട്ടാൻ വാങ്ങാൻ ആളില്ല. കണ്ടു. പക്ഷേ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റംബൂട്ടാൻ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ആർക്കും ഒരു വിൽപ്പന സമ്മർദ്ദം വന്നിട്ടില്ല. ഇതൊക്കെ വളരെ ചെറിയ കോണുകളിൽ നിന്ന് വരുന്ന കാര്യം. അതിനുള്ള ഒരു കാരണം കൂടെ ഞാൻ പറയാം. പലപ്പോഴും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വെറൈറ്റി തിരഞ്ഞെടുക്കണം. ഏതെങ്കിലും റംബൂട്ടാൻ പോയി കൃഷി ചെയ്തിട്ട് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയാണ്. നാടൻ റംബൂട്ടാൻ ഇന്നാർക്കും വേണ്ട. നല്ല വെറൈറ്റി, ഇപ്പോൾ N18 പോലെയുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള വെറൈറ്റികൾക്കേ കച്ചവടക്കാർക്ക് താല്പര്യമുള്ള. 1. നമ്മൾ തോട്ടം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മൾ ഈ ചെടിയും നട്ടിട്ട് ഇതിലേം പോയി കാടും കയറി ഈ വള്ളിയും കയറി മൂടിക്കിടക്കുന്ന റംബൂട്ടാൻ തോട്ടത്തിലോട്ട് പോയിട്ട് ഇത് എടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളൊരു കൃഷിയായിട്ട് ചെയ്യുമ്പം അതെങ്ങനെ ചെയ്യണോ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം നമുക്കറിയാം, ഇവിടെ പുറകിൽ വലയിട്ടൊരു മരം നമ്മൾ കാണുന്നുണ്ട്. വലയിടയിൽ വേണം, പക്ഷികളുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ ഈ വലയിടണമെങ്കിൽ ഇത് പ്രൂൺ ചെയ്ത് ഷേപ്പാക്കി വളർത്താൻ പറ്റണം, മരങ്ങൾ തമ്മിൽ അകലം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിച്ച് ഒരു തോട്ടം ചെയ്തു കഴിഞ്ഞാൽ എടുക്കാൻ ആളുണ്ട്. രണ്ടാമത്തെ കാര്യം മുമ്പ് പറഞ്ഞതാണ്, നമ്മൾ ഇന്ത്യ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കൃഷിയോഗ്യമായ ആകെ ഭൂവിസ്തൃതിയുടെ 2% താഴെ സ്ഥലത്ത് മാത്രമേ ഈ റംബൂട്ടാൻ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അതായത് 2% താഴെ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ 2% താഴെ ഇതുണ്ടാകത്തുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഒരു 70-80% കേരളത്തിലാണ്. ബാക്കി പിന്നെ ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടകയുടെ ചില ഭാഗങ്ങൾ, അല്ലെങ്കിൽ കൊങ്കൺ ആ ബെൽറ്റിലല്ലാതെ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്ത് ഇതുണ്ടാകാനുള്ള സാധ്യതയില്ല. തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്, അവിടെ ഉണ്ടാകത്തില്ല. നമ്മുടെ ആ കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും ആ പ്രത്യേകത അനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ ഇത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ സ്കോപ്പ്. അപ്പോൾ അത് വലിയ സാധ്യതയാണ്. കാരണം നമ്മളതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഒരു ഇതുണ്ടാകും, നമ്മൾ പറഞ്ഞ കേരളത്തിലും പല സ്ഥലത്തും ഇതുണ്ടാകുകയില്ല. അപ്പം നമുക്കിതുണ്ടാകുന്ന റംബൂട്ടാൻ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഭൂപ്രദേശങ്ങളുടെ ഒരു വിസ്തൃതി നമ്മൾ കണക്കാക്കിയാൽ ശരിക്കും പറയാം സൗത്ത് ഇന്ത്യ മുഴുവൻ പോലും കൊടുക്കാനുള്ള ഫ്രൂട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി പോലും നമുക്കില്ല. അപ്പോൾ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്ത് ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഇത് കയറിപ്പോകാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാകണം. അതിന് ചിലപ്പം കോൾഡ് റൂംസ് ഉണ്ടാകണം, ഇത് സൂക്ഷിച്ചു വയ്ക്കാനുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ വാല്യൂഡേഷനുള്ള സംവിധാനങ്ങൾ. അതൊക്കെ നമുക്ക് മുമ്പോട്ട് ആലോചിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ നിലവിലുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഫ്രൂട്ട് വിൽക്കാനൊരു സമ്മർദ്ദം ഉണ്ടായതായിട്ട് നമുക്ക് അറിവില്ല. എന്തായാലും റംബൂട്ടാൻ കിച്ചടി വരെ എത്തിക്കഴിഞ്ഞു. റംബൂട്ടാൻ കിച്ചടി അത്രത്തോളം മലയാളികളോട് ചേർന്ന് വന്നിട്ടുണ്ട്. അച്ചാറ്, കിച്ചടി ആ ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള നല്ല തൈകൾ നമുക്കിവിടെ ലഭ്യമാണ്. അതെ, ഏറ്റവും ക്വാളിറ്റി തന്നെ നമ്മൾ കൊടുക്കും. നമ്മൾ അതിനകത്ത് ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ടാണ് കേരളം ഉടനീളമുള്ള നഴ്സറികളിൽ ഇവിടുന്ന് ഹോൾസെയിലായിട്ടല്ലേ കൊടുക്കുന്നത്. ഹോൾസെയിലായിട്ടും അല്ലാതെ പ്ലാന്റേഴ്സിന് കൊടുക്കുന്നുണ്ട്, റീറ്റെയിലായിട്ട് ഒരു തൈക്ക് വരുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കൂടാതെ നമുക്ക് ഔട്ട്ലെറ്റുകളുണ്ട്. ഔട്ട്ലെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഹൈവേയിൽ ഔട്ട്ലെറ്റ് ഉണ്ട്, അടിമാലിയിലുണ്ട്, നമ്മുടെ പെരുന്തുംപാറ അടുത്ത് കല്ലാർ റൂട്ടിൽ അവിടെയുണ്ട്,
പാമ്പനാർ അടുത്തുണ്ട്, പിന്നെ തിരുവല്ലയിൽ നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്, വാഴക്കുളം മൂവാറ്റുപുഴ വാഴക്കുളത്തുണ്ട്. അങ്ങനെ നമ്മുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റുകൾ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ധാരാളം ആളുകൾ ഇപ്പം തന്നെ നമ്മൾ കണ്ടു, ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നത് നമ്മൾ തന്നെ കണ്ടല്ലോ. അപ്പോൾ ആളുകൾ ഇവിടെ വന്ന് തൈകൾ പർച്ചേസ് ചെയ്യുകയും അങ്ങനെ ഒരു തൈക്കായിട്ടും കൂടുതൽ തൈകൾക്കൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് കേരളത്തിലുടനീളം മറ്റ് നേഴ്സുകളുമായിട്ടൊരു നെറ്റ്വർക്ക് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ തൈകൾ കിട്ടാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ വന്നില്ലെങ്കിലും ഇപ്പോൾ കണ്ണൂരോ കാസർഗോഡോ ഒരാൾക്ക് പോലും തൈകൾ കിട്ടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ റംബുട്ടാനെ പറ്റി മാത്രം പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഇതിൻ്റെ കൃഷിയുടെ സാധ്യത ഒരിക്കലും കുറഞ്ഞിട്ടില്ല. നമ്മൾ പലപ്പോഴും കരുതുന്ന പോലെ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പം നിലവിലുള്ള ആർക്കും ഇതിനകത്തൊരു വിൽപ്പന സമ്മർദ്ദം ഞാൻ പറയാം, പല കാര്യങ്ങളും അതിനകത്തുണ്ട്. എങ്കിൽ പോലും നമ്മൾ മാന്യമായ ഒരു വിലയ്ക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ ഇത് എടുക്കാൻ ആളുകളുണ്ട്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള സംവിധാനങ്ങളും കൂടെ നമുക്കായി കഴിഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ കൃഷി എന്ന് തന്നെ മുമ്പോട്ട് പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.